5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15-ാം തീയതി മുതൽ നടത്തും. അടിപൊളി സാറേ, ഇത് ഒരു ഭരണഘടനാ വിരുദ്ധമല്ലേ? കാരണം ഈ ചെറുപ്പം മുതലേ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമാണ് എന്തും പരിഗണന, നമ്മുടെ പുരുഷന്മാർക്ക് ഒരു പരിഗണനയില്ല. എന്തുവാ അത്? അതൊരു വിവേചനമല്ലേ സാറേ? സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ പരിഗണന കൊടുക്കണ്ട നമ്മുടെ രാജ്യത്ത്. എന്താ അങ്ങനെ ചിന്തിക്കാത്ത? ഭരണഘടനാ വിരുദ്ധം ആവത്തില്ല ഇത് ഒരിക്കലും. കാരണം എന്താ അറിയോ, ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്, 15 അല്ലേ? ആ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുബന്ധമായി പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കുന്നതിനോ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനോ ഗവൺമെന്റിന് അധികാരമുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അതേ കണക്ക് അത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അവർക്ക് അനുകൂലമായിട്ട് നിയമങ്ങൾ ആവിഷ്കരിക്കുമ്പോഴോ അത് സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ കുട്ടികളും പുരുഷനും ആണും പെണ്ണും തമ്മിലെന്നുള്ളൊരു വിവേചനം ഇതിനകത്ത് വരുന്നില്ല എന്നൊരു ക്ലോസ് ഉണ്ട്. പിന്നെ അപ്പം ഭരണഘടനാ വിരുദ്ധമല്ല. അപ്പം എന്തായാലും ഈ സംഭവം കിടിലായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ജൂൺ 15-ാം തീയതി തൊട്ട് നമുക്ക് പെൺകുട്ടികൾക്ക് എല്ലാം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി, പെൺകുട്ടികൾക്ക് എല്ലാം തന്നെ എന്തിനകത്ത് എന്താ വേണം, അത്രേ ഉള്ളൂ. കേരളത്തിൽ ഇന്ത്യയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഇവിടെ എങ്ങനെ ഇത് പോസിബിൾ ആണോ? കാരണം ഇത്തരത്തിലൊരു KSRTCക്ക് ഇങ്ങനെ സൗജന്യ യാത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് അല്ലെങ്കിൽ പോസിബിൾ ആണോ സാർ? അതൊക്കെ ഓരോ സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളുടെ കഴിവിന്റെ കണക്കൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ഇരിക്കും സാർ. ഇതിപ്പം ഒരു വലിയ ബാധ്യതയാണ്. കാരണം KSRTCക്ക് എന്ന് പറയുന്നത് ഒന്നാമത് ഒരു നഷ്ടത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകദേശം അതിനെ ഒന്ന് കരക്കേറ്റി കൊണ്ടുവരികയാണ്. ഗണേഷ് കുമാർ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മുടെ ആദ്യമായിട്ടാണ്, നമ്മുടെ കേരളമാണോ ഇത് ആദ്യമായിട്ട് ഈ സ്റ്റെപ്പ് മുന്നോട്ട്? അല്ലല്ല, ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രാദേശികപരമായിട്ട് കൊടുക്കുന്നത് ഡൽഹിയിലാണ്. അത് ഡൽഹിയിലെന്ന് പറയുന്നത് നമ്മളുടെ 2000-ന് ശേഷം കൊണ്ടുവരുന്നത് അരവിന്ദ് കെജ്രിവാൾ. അപ്പൊ എന്റെ ഓർമ്മ ശരിയാണ്, 2019-ലാണെന്നാണ് എന്റെ ഓർമ്മ. 2019-ലാണ് ആം ആദ്മി പാർട്ടിയായിട്ട് കെജ്രിവാൾ 2019. അപ്പൊ 2019-ലാണ് ഡൽഹിയിൽ ആദ്യമായിട്ട്. അതിന്റെ പേരറിയാം സാറിന്? പേരറിയത്തില്ല. അടിപൊളി ഒരു പേരാ, സിമ്പിൾ ആയിട്ട് ഓർത്ത് PSC വെച്ചിട്ടുള്ള പേരാ. എന്തറിയാം? പിങ്ക് ടിക്കറ്റ് എന്നാ. അത് കൊള്ളാം. പിങ്ക് ടാക്സി പോലെ. അപ്പൊ പെട്ടെന്ന് ഓർത്തോ, പെൺകുട്ടികൾക്കായിട്ട് സ്ത്രീകൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയത് ഡൽഹിയാണ്. അത് ഇതിന്റെ പേര് പിങ്ക് ടിക്കറ്റ് അല്ലേ? ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ അതേ കണക്ക് തന്നെ അത് കൊണ്ടുവന്നത് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയാണ്. പിന്നെയുണ്ട് സാറേ, പിന്നീട് തമിഴ്നാട്, പഞ്ചാബ് പരിശോധിച്ചു കഴിഞ്ഞാല് അതിന്റെ വർഷം എന്ന് പറയുന്ന രണ്ടും സമീപം ഒരു 2021 നമ്മുടെ MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി 2021 DMK തമിഴ്നാട്ടിൽ കൊണ്ടുവരും. അതേ വർഷമാണ് പഞ്ചാബിലും വരുന്നത്. നമ്മൾ അമരീന്ദർ സിംഗ് ആണ് ആ സമയത്ത്. അത് അതിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെയും കോൺഗ്രസിന്റെ സാന്നിധ്യം ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞ കോൺഗ്രസ് ഒരുപാട് കൊണ്ടുവന്നു. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അമരീന്ദർ സിംഗ് എന്ന് പറയുന്നത് പഞ്ചാബില് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വക്താവാണ്. ഇപ്പൊ അദ്ദേഹം BJPയിലോട്ട് പോയ ഒരു ന്യൂസ് ഒക്കെ നമ്മള് കേട്ടായിരുന്നു. പക്ഷെ അത് 2021 പഞ്ചാബിൽ കൊണ്ടുവരുന്ന കോൺഗ്രസ് ആണ്. അതാണ് അതിന്റെ ആൻസർ. പിന്നെ DMK 2000 മുഖ്യമന്ത്രി അത് DMK. വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ? അത് സാറേ 2023 പിന്നെ 2023 രണ്ടെടുത്ത്. ഏതാ? കർണാടകയിലും തെലുങ്കാനയിലും. ഈ കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് ഉണ്ട്. അപ്പം പഞ്ചാബിൽ കോൺഗ്രസ്, കർണാടകയിൽ കോൺഗ്രസ്, തെലുങ്കാനയിൽ കോൺഗ്രസ്, മൂന്നിടത്തായി. ഇനി തമിഴ്നാട്ടില് DMK. ഓക്കെ, അത് മാറ്റിക്കോ. ഇനി ഡൽഹിയില് ആം ആദ്മി പാർട്ടി, അത് മാറ്റി. 3 കോൺഗ്രസ് ആയി. 3 കോൺഗ്രസ്. ഇപ്പൊ കേരളത്തിലും കൂടെ വരുമ്പോ 4 കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്. അത് പശ്ചിമ ബംഗാളില് അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം. കാരണം പശ്ചിമ ബംഗാളില് ഇപ്പൊ 2026 ജൂൺ 1-ാം തീയതിയാണ് അവര് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളാണ് പ്രഖ്യാപിച്ച് വെച്ചിരിക്കുന്നത്. ജൂൺ 15. അപ്പൊ ഏറ്റവും കറണ്ട് അഫയേഴ്സ് ആണ്. 2026 ജൂൺ 1-ന്
സൗജന്യ യാത്ര പ്രഖ്യാപിക്കാൻ പശ്ചിമ ബംഗാൾ. അവിടെ രസമുണ്ട്, പശ്ചിമ ബംഗാളിൽ BJP ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. BJP ഗവൺമെന്റ് ആണ്. നമ്മള് കേരളത്തില് ജൂൺ 15 കൂടിയിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. BJP ഒരു ഇതിലോട്ട് അതിനകത്തുണ്ട് അല്ല, വേറൊരു കാര്യമുണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇത് സംസാരിച്ചത് BJP ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, 2025 ആന്ധ്രാപ്രദേശില് സംവിധാനം ഏർപ്പെടുത്തി. ആന്ധ്രാപ്രദേശില് തെലുങ്ക് ദേശം പാർട്ടിയാണ്. പക്ഷെ തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയുന്നത് BJP ഒരു അനുകൂല ഭാവമായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ അത് BJP ആയിട്ട് തെലുങ്ക് ദേശം പാർട്ടി എന്ന് പറയാൻ പറ്റൂ. എന്നാലും അവര് BJP താല്പര്യം ഉള്ളത് കൊണ്ട് അവരുടെ ഒരു ഇത് പറയും. പൂർണ്ണമായിട്ടും BJP കൊണ്ടുവരുന്ന ഇപ്പം പശ്ചിമ ബംഗാളിലാണ്. പിന്നെ ഇതിന്റെ രസം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഡൽഹി പിങ്ക് സിറ്റി എന്ന് പറയുന്ന കണക്ക് ഈ പദ്ധതികൾക്ക് ഓരോടത്തും ഓരോ പേരുകളുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഈ വനിതകളുടെ സ്ത്രീകളുടെ പേരുകൾ വെച്ചിട്ട്. പക്ഷെ നമ്മളിപ്പം കേരളത്തിൽ ഇപ്പൊ ഇത് ഇന്ന് VD സതീശൻ സാറ് ഇത് പറഞ്ഞു, പക്ഷെ പ്രത്യേക പേര് കൊടുത്തില്ല. പക്ഷെ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. സ്ത്രീകൾക്ക് ഇത്രത്തോളം ഒരു സൗജന്യ യാത്ര കൊടുക്കുമ്പോ എന്ന് പറയുമ്പോ അത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റും. നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ചിലപ്പോ അതിനൊരു പേര് ചിലപ്പോൾ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മളിപ്പം പിങ്ക് സിറ്റി മാത്രമല്ലേ പറയല്ലേ, പിങ്ക് ടിക്കറ്റ് മാത്രമല്ലേ സാർ പറഞ്ഞത്, അത് ഡൽഹിയിൽ. അത് കണക്ക് മറ്റ് സംസ്ഥാനങ്ങളും ഇതിന് പേരുണ്ട്. സ്ത്രീകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള പേരുകളുണ്ടല്ലോ നമ്മൾ പറഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട ഫാക്ട്. കാരണം അത് ചോദിക്കാം സിമ്പിൾ ഡൽഹി വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമല്ലേ. കാരണം ഇപ്പൊ നിലവിൽ ഇതൊരു സംസാര വിഷയം കൂടിയതാണ്. കാരണം ഇത് ഒരു ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സംസാര വിഷയങ്ങളായതുകൊണ്ട് അത് ചോദിക്കാം. എന്തായാലും കേരളത്തിന്റെ വരട്ടെ, കേരളത്തിന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കാം. ഡൽഹിയുടെ എന്ന് പറയുന്നത് പിങ്ക് ടിക്കറ്റ് ആണ്. ആന്ധ്ര എങ്ങനെയാ സാർ? ആന്ധ്ര എന്ന് പറയുന്നത് സ്ത്രീ ശക്തിയാണ് സാർ. സ്ത്രീ ശക്തി എളുപ്പമാണ്. അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെ. മറ്റേത് പിങ്ക് ടിക്കറ്റ് ആണ്, വ്യത്യാസമാണ്. സ്ത്രീ ശക്തി ഞങ്ങളെ കുടുംബശ്രീ എന്നൊക്കെ പറയും. സ്ത്രീ ശക്തി കുടുംബശ്രീ ഒക്കെയാണ് ഞങ്ങൾക്ക്. ആന്ധ്രയില് സ്ത്രീ ശക്തിയാണ്. അപ്പം കർണാടകത്തിലാണെങ്കിൽ വെറു ശക്തി എടുത്തു. അപ്പം ശക്തി പ്രകടനമാണ് നമ്മുടെ ആന്ധ്രയിൽ സ്ത്രീ ശക്തി. കർണാടകയിലേക്ക് വരുമ്പോ ശക്തിയാവട്ടെ, ആശയക്കുഴപ്പം ഉണ്ടാക്കും. അപ്പൊ ആന്ധ്രയില് സ്ത്രീ ശക്തിയാണ്. കർണാടകയിലേക്ക് വരുമ്പോ നിങ്ങൾ സ്ത്രീ അങ്ങ് വിട്ടേരെ, വേറെ ശക്തിയാണ്. ഇനി തെലുങ്കാനയിലേക്ക് വരുമ്പോ മഹാലക്ഷ്മി. അപ്പൊ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് മഹാലക്ഷ്മിയാണ്. നമ്മുടെ തെലുങ്കാനയിലേക്ക് വരുമ്പോ അത് മഹാലക്ഷ്മിയായിട്ട് നൽകപ്പെട്ട പേരാണ് മഹാലക്ഷ്മി. ഇനി തമിഴ്നാട്ടിലേക്കാണെങ്കിലോ? തമിഴ്നാട്ടിലേക്ക് വ്യത്യസ്തപരമായിട്ടുള്ള ഒരു പേരാണ്. പേര് വിദ്യാൽപയനം. വിദ്യാൽപയനോ? വിദ്യാൽപയനം. അത് വേറൊരു വിഷയമുണ്ട്. അതിനകത്ത് പിന്നിൽ വേറൊരു വലിയൊരു കാര്യമുണ്ട്. ഇത് പല രീതിയിൽ പറയപ്പെടും. ഇതിന്റെ ഒരു അക്ഷരങ്ങളൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് മഹാ ചീത്തയായിട്ട് മാറും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. തമിഴ്നാട് ചോദിച്ചോളാം, വിദ്യാൽപയനം എന്നാണ്. നിലവിൽ നമുക്ക് പഞ്ചാബിന് ഈ പേരില്ല, അങ്ങനെ ഒരു പേരല്ല. സൗജന്യ സ്ത്രീ യാത്ര എന്നേ ഉള്ളൂ. അത് കണക്ക് ഇപ്പം പശ്ചിമ ബംഗാളിന് അങ്ങനെ ഒരു പേര് നിലവിൽ വന്നിട്ടില്ല, കേരളത്തിന് നിലവിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നാളെ അത് മാറ്റങ്ങൾ വരാം. അതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി കിട്ടിയതില് സ്ത്രീകൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിന് ചോദിക്കാം. ഞങ്ങൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഞങ്ങൾ ചുമ്മാതെ അങ്ങനെ ഇത് നമ്മള് ഒന്നുമല്ല, ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇന്ററാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഈ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിലുള്ള സീരിയസ് പോരായ്മ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ശരി, താങ്ക് യു. എന്നാ ഓക്കെ.